എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആകാശത്ത് ഒരു കൂട്ടിയിടി ഒഴിവായത്. ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുക മറ്റൊന്നായിരുന്നേനെ. അതായത് അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ ബ്രിട്ടന്റെ അത്യാധുനിക ചാരവിമാനത്തിന് തൊട്ടരികിലൂടെ അപകടകരമായ രീതിയിലാണ് റഷ്യ യുദ്ധവിമാനം പറന്നത്. കരിങ്കടലിന് മുകളിൽ വെച്ചാണ് സംഭവം നടന്നത്. തലനാരിക്കാണ് ഇരു വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് UK പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നടന്ന രണ്ട് വ്യത്യസ്ത വ്യോമ സംഭവങ്ങളെ അങ്ങേയറ്റം അപകടകരവും ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതുമായ പെരുമാറ്റമെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വിശേഷിപ്പിച്ചത്. നാറ്റോ പെട്രോളിംഗിന്റെ ഭാഗമായി നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന ആയുധങ്ങളില്ലാത്ത ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ റിവറ്റ് ജോയിന്റ് ചാരവിമാനത്തിന് നേരെയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളുണ്ടായത്. ഏകദേശം 30ഓളം ജീവനക്കാരുമായി മണിക്കൂറിൽ 500 മൈൽ വേഗത്തിൽ പറക്കുകയായിരുന്ന ഈ വിമാനത്തിന്റെ വെറും 6 മീറ്റർ മാത്രം അരികിലൂടെയാണ് റഷ്യയുടെ Su-27 യുദ്ധവിമാനം കടന്നുപോയത്. ചാരവിമാനത്തിന്റെ മുൻഭാഗത്തുകൂടി 6 തവണയാണ് ഈ റഷ്യൻ വിമാനം വട്ടം ചുറ്റി പറന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമാകുമായിരുന്ന ഒരു വൻ വിമാന അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. ഇതേ കാലയളവിൽ തന്നെ നടന്ന രണ്ടാമത്തെ സംഭവത്തിൽ റഷ്യയുടെ മറ്റൊരു യുദ്ധവിമാനമായ Su-35 ബ്രിട്ടീഷ് വിമാനത്തിന് തൊട്ടടുത്ത് എത്തുകയും UK ചാരവിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് സംവിധാനം അടക്കമുള്ള അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. 2022 കരിങ്കടലിന് മുകളിൽ വെച്ച് റഷ്യൻ വിമാനം ബ്രിട്ടീഷ് വിമാനത്തിന് നേരെ മിസൈൽ തൊടുത്ത സംഭവത്തിന് ശേഷം UK ചാരവിമാനത്തിന് നേരെ റഷ്യ നടത്തുന്ന ഏറ്റവും അപകടകരമായ നീക്കമാണിത്. യൂറോപ്പിനുടനീളം റഷ്യ തങ്ങളുടെ സൈനിക പ്രകോപനങ്ങളും നിരീക്ഷണങ്ങളും വൻതോതിൽ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ അടുത്ത ദിവസം ഒരു റഷ്യൻ ഡ്രോൺ ലിത്വാനിയയുടെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടേണ്ടി വരികയും കൂടാതെ വിൽനിയസ് വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം താത്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നോർത്ത് സീയിലൂടെയും ഡോവർ കടലിടുക്കിലൂടെയും റഷ്യൻ യുദ്ധക്കപ്പലുകൾ അതോടൊപ്പം തന്നെ എണ്ണ കപ്പലുകൾക്ക് ഒരു അകമ്പടി സേവിച്ചതും വടക്കൻ അറ്റ്ലാന്റിക്കിലെ നിർണായകമായ അടിത്തട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സമീപം റഷ്യൻ അന്തവാഹിനികൾക്ക് നിലയുറപ്പിച്ചതും ബ്രിട്ടീഷ് നാവികസേന അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. റഷ്യൻ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം മോശ പരാമർശങ്ങൾ വലിയ അപകടങ്ങൾക്കും ഇരുഭാഗങ്ങൾക്കും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ടെന്നാണ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി മുന്നറിയിപ്പ് നൽകുന്നത്. അടുത്ത പ്രതിസന്ധിയിലും അതീവ ധീരതയോടെയും പ്രൊഫഷണലിസത്തോടെയും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ RAF ജീവനക്കാരെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്തു. റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള എന്ത് പ്രകോപനമുണ്ടായാലും നാറ്റോ സഖ്യകക്ഷികളെയും സ്വന്തം താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ബ്രിട്ടന്റെ പ്രതിബദ്ധതയിൽ നിന്ന് രാജ്യം ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കുകയാണ്.